പല വികസിത രാജ്യങ്ങളും സാമൂഹ്യക്ഷേമത്തിനൊപ്പം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്താണ്? സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. വയോധികരായ സ്ത്രീകളും കൊച്ചുകുട്ടികളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു, കൊലക്കത്തിക്കിരകളാകുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലും എറണാകുളം പെരുമ്പാവൂരിലും നടന്ന സംഭവങ്ങൾ ആശങ്കയോടെ കാണണം. വെഞ്ഞാറമൂട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ബലാത്സംഗ ശ്രമത്തിനിടെയാണ്. പെരുമ്പാവൂരിൽ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് ലൈംഗിക ചൂഷണത്തിന് ഇരകളായ സഹോദരിമാരെക്കുറിച്ചും കേട്ടു. ആ കേസുകളാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. വാർദ്ധക്യകാലത്ത് വീട്ടിൽ തനിച്ചു താമസിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് അപരിചിതരെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെയും അയൽവാസികളെയും പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പ്രത്യേകിച്ച് ലഹരിക്കടിമകളായവർ വീട്ടിലെത്തിയാൽ അതീവ ജാഗ്രത വേണം. അങ്ങനെയുള്ളവർക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ കൊലപ്പെടുത്തിയത് കുടുംബവുമായി അടുപ്പമുള്ള യുവാവാണ്. പോത്തൻകോട് സ്വദേശി ജിത്തു ബലാത്സംഗ ശ്രമത്തിനിടെ വയോധികയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ പ്രതി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളുമണ്ണടി കൂട്ടുമുഖം സ്വദേശിയായ 79-കാരിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. വീട് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. 15 കിലോമീറ്ററോളം അകലെ താമസിക്കുന്ന മകൻ എത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസിൽ വിവരമറിയിച്ചു. വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. ഒരു മൊബൈൽ ഫോണും ചെരുപ്പും തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് അടുത്തു നിന്ന് കിട്ടിയ ഫോണിന്റെ ഉടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കിയത്. പോത്തൻകോട് ശ്രീനാരായണപുരം സ്വദേശിയാണ് പ്രതിയായ 27-കാരൻ ജിത്തു. വെള്ളുമണ്ണടി എന്ന സ്ഥലത്ത് ഏകദേശം 78 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികയായ ഒരമ്മ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി അവിടെ എത്തുകയും സ്ഥലം പരിശോധിച്ചതിൽ മരണത്തിൽ സംശയമുണ്ടെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെഞ്ഞാറമൂട് സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ളതും അന്വേഷണത്തിൽ പ്രതിയായി സംശയിക്കുന്ന ആൾ ഈ വയോധികയായ മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് വെളിവായിട്ടുള്ളതുമാണ്. വയോധികയുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുവീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന ജിത്തു ഇവരുടെ വീടുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വയോധികയുടെ വീട്ടിലെത്തിയ ജിത്തു തന്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് പരിഹരിക്കാൻ ഇവരുടെ മകനെ വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഇയാൾ തന്നെ മകനെ ഫോണിൽ വിളിച്ചു വച്ച ശേഷം ഒരുമിച്ച് ജിത്തുവിന്റെ വീട്ടിലെത്തുകയും പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു. പിന്നീട് വയോധികയുടെ മകന്റെ ബൈക്കിലാണ് തിരികെ വെഞ്ഞാറമൂട്ടിൽ വന്നിറങ്ങിയത്. എന്നാൽ വയോധികയുടെ മരണവിവരം പുറത്തു വന്നിട്ടും ജിത്തുവോ ബന്ധുക്കളോ മരണവീട്ടിലെത്തിയിരുന്നില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. സംഭവ സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായും പീഡനശ്രമം നടന്നതായും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. വിദേശ രാജ്യങ്ങളിൽ മക്കളെ നോക്കാനായി മാതാപിതാക്കൾക്ക് ജോലി സ്ഥലങ്ങളിൽ 2 ഷിഫ്റ്റ് സമ്പ്രദായമുണ്ട്. കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോയാൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടെങ്കിൽ കുട്ടികളുടെ സുരക്ഷ വലിയൊരു പ്രശ്നമല്ലേ? പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച കേസ് ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് സഹോദരിമാർ അതിക്രമത്തിന് ഇരകളായത്. കേസിൽ പെരുമ്പാവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി അബ്ദുൾ റസാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ സുഹൃത്തിന് തോന്നിയ സംശയമാണ്
നാളുകൾ നീണ്ട കൊടിയ പീഡനത്തിൻ്റെ ചുരുളഴിച്ചത്. ഒൻപതും 12 വയസ്സ് പ്രായമുള്ള സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് കാസർഗോഡ് സ്വദേശി അബ്ദുൾ റസാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂരിലെ വാടക വീട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുകയായിരുന്നു പ്രതി. സമീപത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം നോക്കിയാണ് ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി എത്തിയ പ്രതി ഡ്രൈവിംഗ്, തടിപ്പണി, കയറ്റിറക്ക് തുടങ്ങിയ ജോലികളും ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പീഡന ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുഹൃത്താണ് വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചത്. തുടർന്ന് CWC നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടികളുടെ മാതാപിതാക്കൾ പ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്കാരാണ്. ഇവർ ജോലിക്ക് പോകുന്ന സമയത്താണ് പ്രതി കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് കണ്ടെത്തൽ. പെരുമ്പാവൂർ SHO അനിൽകുമാർ, SIമാരായ പ്രവീൺ പ്രകാശ്, രതീശൻ, സുബൈർ, സീനിയർ CPOമാരായ ജിജുമോൻ, മുഹമ്മദ് ഷാൻ, CPOമാരായ NP ബിന്ദു, TK സന്ധ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ കുട്ടിയെ പ്രസവത്തോടെ കൊലപ്പെടുത്തിയത്. നൊന്തു പ്രസവിച്ച മക്കളെ ഇങ്ങനെ കൊല ചെയ്യാൻ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് സാധിക്കുന്നത്? അത്രയ്ക്കും ദുഷ്ടത നിറഞ്ഞവരായി ചില സ്ത്രീകൾ മാറുന്നത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഷംനയുടെ മൊഴികൾ പോലീസിനെ പോലും ഞെട്ടിച്ചു. പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയാണോ ഷംനയെ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്? അതോ കുഞ്ഞിൻ്റെ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ? കൊലപാതകത്തിൻ്റെ കാരണം കണ്ടെത്താൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചും മുറിവേൽപ്പിച്ചും കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ഷംനയെ കഴിഞ്ഞ ദിവസമാണ് ആര്യങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വീട്ടിൽ വെച്ച് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബ്ലേഡ് കൊണ്ട് കഴുത്തറത്തും മുഖത്ത് കൈകൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. അൽത്താഫ് എന്ന യുവാവുമായി 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ദമ്പതികൾക്ക് 2 വയസ്സുള്ള മറ്റൊരു കുട്ടിയുണ്ട്. ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ലെന്നും അതിനാലാണ് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ഷംന പോലീസിനോട് പറഞ്ഞു. ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് ജോലി കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തുമ്പോൾ ഷംന വയറുവേദന കാരണം അവശനിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി അൽത്താഫും ബന്ധുവും ചേർന്ന് ഷംനയെ എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി. തുടർന്ന് ഷംനയുടെ ചെരുപ്പെടുക്കാനായി അൽത്താഫ് മുറിയിൽ കയറിയപ്പോഴാണ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിയിൽ ചോരക്കുഞ്ഞിനെ കണ്ടത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് ഡോക്ടറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഭാര്യ ഗർഭിണിയാണെന്ന വിവരം താനും വീട്ടുകാരും അറിഞ്ഞിരുന്നില്ലെന്നാണ് അൽത്താഫിന്റെ മൊഴി. സംഭവത്തെ തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ ചികിത്സയിൽ തുടർന്നിരുന്ന ഷംനയെ ബുധനാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ആര്യങ്കോട് SHO പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ത്രീകൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളോട് അടുപ്പം നടിച്ച് ഒരാൾ ഒപ്പം കൂടുന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കുന്നവരുടെ ലക്ഷ്യം
ലൈംഗിക ചൂഷണം മാത്രമാകും. പിന്നീട് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ ആൺ സുഹൃത്ത് എന്ത് ക്രൂരത കാട്ടാനും മടിക്കില്ല. ഡൽഹിയിലെ മംഗോൾപുരിയിൽ അമ്മാവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ബോക്സിലാക്കിയ കാമുകൻ്റെ ക്രൂരതയെക്കുറിച്ച് അറിയണം. 35 വയസ്സുള്ള യുവതിയെ 22-കാരനായ കാമുകൻ ദീപക്കും അമ്മാവൻ ജോഗീന്ദറും സുഹൃത്ത് സുരേന്ദ്രയും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. കേസിൽ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗോൾപുരി പത്തർ മാർക്കറ്റിലെ ഒരു കെട്ടിടത്തിലെ മുറിയിലാണ് കഴിഞ്ഞ ദിവസം യുവതിയുടെ മൃതദേഹം കണ്ടത്. വൈകിട്ട് വീട്ടുടമ തിരികെ എത്തിയപ്പോഴാണ് മുറിയിലെ ബെഡ് ബോക്സിൽ യുവതിയുടെ കാൽ കണ്ടതും തുറന്നു നോക്കിയതും. ഇയാൾ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. നെറ്റിയിലടക്കമുള്ള പാടുകൾ കൊലപാതകമാണെന്ന സൂചന നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതി മംഗോൾപുരി സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. വീട്ടുസഹായിയായി ജോലി നോക്കി വരികയായിരുന്ന 35-കാരിയാണ് മരിച്ചത്. ഇവർ നേരത്തെ വിവാഹിതയാണെന്നും 3 മക്കളുണ്ടെന്നും പോലീസ് പറയുന്നു. പോലീസ് അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മംഗോൾപുരി നിവാസികളായ 22-കാരൻ, ഇയാളുടെ അമ്മാവൻ, സുഹൃത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ാരൻ്റെ കാമുകിയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. അമ്മാവന് വഴങ്ങിക്കൊടുക്കണമെന്ന് യുവാവ് നിരന്തരം കാമുകിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുവതി നിഷേധിച്ചതോടെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. സുഹൃത്തിന്റെ താമസ സ്ഥലത്തേക്ക് അമ്മാവനെ എത്തിച്ച യുവാവ് കുറച്ചുസമയം കഴിഞ്ഞപ്പോൾ കാമുകിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ സമയം അമ്മാവനും സുഹൃത്തും വീടിന് പുറത്തുള്ള മുറിയിലിരിക്കുകയായിരുന്നു. അമ്മാവന്റെ കാര്യം വീണ്ടും പറഞ്ഞപ്പോൾ യുവതി എതിർത്തോടെ കാമുകൻ പ്രകോപിതനായി. തുടർന്ന് ചുവരിനോട് ചേർത്ത് വെച്ച് മർദ്ദിക്കുകയും കമ്പിളി കൊണ്ട് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തിഞ്ഞരിച്ചു കൊല്ലുകയുമായിരുന്നു. മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ മൃതദേഹം ബെഡ് ബോക്സിലേക്ക് മാറ്റി. അമ്മാവനും സുഹൃത്തുമാണ് യുവാവിനെ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത്. മുഖ്യപ്രതി മംഗോൾപുരിയിൽ ചിക്കൻ കട നടത്തി വരികയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. യുവതിയെ പ്രതികൾ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 ഡൽഹി. കണ്ണൂർ കരിവെള്ളൂരിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷിന് എന്താകും ശിക്ഷ? ശിക്ഷാവിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാജേഷിന് കടുത്ത ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ദിവ്യശ്രീയുടെ കുടുംബം. രാജേഷ് കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ചയാണ് പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നത്. രാജേഷ് ആക്രമണം നടത്തുന്നതും ദിവ്യശ്രീ നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ വിചാരണ സമയത്ത് ഞെട്ടലോടെയാണ് കോടതി കണ്ടത്. നവംബർ 21 വൈകിട്ട് 5:30 നാടിനെ നടുക്കിയ കൊലപാതകം. ആക്രമണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ദിവ്യശ്രീ നിലവിളിക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വിചാരണ സമയത്ത് കോടതി കണ്ടു. വീടിന്റെ വരാന്തയിൽ പെട്രോൾ ഒഴിച്ചതിന് ശേഷം പ്രതി രാജേഷ് ദിവ്യശ്രീയെ കൊടുവാൾ കൊണ്ട് പലതവണ വെട്ടി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഗേറ്റിന് സമീപം വരെ പിന്തുടർന്ന് ആക്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനെയും ആക്രമിച്ചു. സംഭവത്തിന് ശേഷം രാജേഷ് ബൈക്ക് ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത്. മറ്റു 2 പേരുടെ ബൈക്കുകളിലും ഓട്ടോയിലും സഞ്ചരിച്ച് പെരുമ്പയിലെത്തി. തുടർന്ന് കൊടുവാൾ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം ATMൽ നിന്ന് പണമെടുത്ത് പുതിയ തെരുവിലെ ബാറിൽ മദ്യപിക്കുമ്പോഴാണ് പ്രതി പിടിയിലായത്. കൊടുവാൾ പിന്നീട് പുഴയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. വിവാഹശേഷമാണ് ദിവ്യശ്രീക്ക് പോലീസിൽ ജോലി ലഭിച്ചത്. രാജേഷ് ഓട്ടോ ഡ്രൈവറായിരുന്നു. രാജേഷിന്റെ മദ്യപാനത്തെ തുടർന്ന് ദാമ്പത്യം തകർന്നതാണ് ദാരുണ സംഭവങ്ങളിലേക്ക് നയിച്ചത്. ദിവ്യശ്രീ കുടുംബ കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയിൽ 7 ലക്ഷം രൂപ തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കുടുംബ കോടതിയിൽ മധ്യസ്ഥ ചർച്ച നടന്ന ദിവസം വൈകിട്ടാണ് കൊലപാതകം നടന്നത്. ഇവർക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീഹരിയാണ് കേസ് അന്വേഷിച്ചത്. പ്രതിയുടെ ബൈക്കുൾപ്പെടെ 51 തൊണ്ടിമുതലുകളും 102 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 92 സാക്ഷികളിൽ 65 പേരെ കോടതി വിസ്തരിച്ചു. കേസിൽ രാജേഷ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി കണ്ടെത്തിയത്.
കൊലപാതകം, കൊലപാതക ശ്രമം, കൊലപാതകത്തിനായി വീട്ടിൽ അതിക്രമിച്ച് കയറൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കിയിരുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് വെള്ളിയാഴ്ച പ്രതിക്ക് ശിക്ഷ വിധിക്കും. ന്യൂസ് 18 കണ്ണൂർ. സ്വയം ആൾദൈവമായി വിശേഷിപ്പിച്ച് പല ഉന്നതരുടെയും ആത്മീയ നേതാവായി മാറിയ തട്ടിപ്പുകാരനാണ് നാസിക്കിലെ അശോക് കുമാർ ഖരാട്ട്. ജ്യോതിഷത്തിൻ്റെയും ആത്മീയതയുടെയും മറവിൽ നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്തു കോടികളുടെ തട്ടിപ്പ് നടത്തി. 35-കാരിയായ യുവതി പരാതി നൽകിയതോടെയാണ് അശോക് കുമാറിൻ്റെ തനിനിറം പുറത്തു വന്നത്. കഴിഞ്ഞ മാസം 18-ന് പോലീസിൻ്റെ പിടിയിലായ ഖരാട്ടിനെതിരെ 7 പീഡന കേസുകൾ ഉൾപ്പെടെ 12 കേസുകൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 100-ലേറെ സ്ത്രീകളുടെ വീഡിയോ അടങ്ങിയ പെൻഡ്രൈവ് ഖരാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത് രഹസ്യ ക്യാമറയിലൂടെ പകർത്തി അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്ത വെബ്സൈറ്റുകൾക്കും അവ പ്രദർശിപ്പിച്ച 450 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. അശ്ലീല ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന കുറ്റത്തിന് IT നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. മർച്ചന്റ് നേവിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് സ്വയം ആൾദൈവമായി വിശേഷിപ്പിച്ച അശോക് കുമാർ ഖരാട്ട് ആത്മീയ ബിസിനസ്സിലേക്ക് കടന്നത്. പിന്നീട് പല രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും വ്യവസായികളുടെയും ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ ജ്യോതിഷിയായി. പലവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശം തേടി തന്റെ മുന്നിലെത്തിയിരുന്ന സ്ത്രീകളെയാണ് ഖരാട്ട് ലൈംഗികമായി ചൂഷണം ചെയ്തത്. 100-ലേറെ സ്ത്രീകളുടെ വീഡിയോ അടങ്ങിയ പെൻഡ്രൈവാണ് ഖരാട്ടിൽ നിന്നും പോലീസ് പിടിച്ചത്. ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകളിൽ ചിലർ നൽകിയ പരാതി തുടർന്നാണ് അവ പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുത്തു തുടങ്ങിയത്. ഓഫീസിലെ രഹസ്യ ക്യാമറയിലൂടെ ഖരാട്ട് പകർത്തിയ പീഡനരംഗങ്ങളാണ് ഇപ്പോൾ വെബ്സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത്. ചില വെബ്സൈറ്റുകൾ വീഡിയോ കാണുന്നതിന് 20 രൂപ മുതൽ 50 രൂപ വരെ ഈടാക്കിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം രണ്ടാമത്തെ പീഡനക്കേസിൽ നാസിക് കോടതി ഖരാട്ടിനെ 12 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മതപരമായ ആചാരങ്ങൾക്കെന്ന പേരിൽ വിളിച്ചുവരുത്തി 2020 മുതൽ പലവട്ടം പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി നൽകിയ പരാതിയിലാണ് നടപടി. കേസിലെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഖരാട്ടിനെതിരെ വലിയ ജനരോഷം നിലനിൽക്കെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാക്കിയത്. വിവാഹത്തിന് മുൻപേ ഒരു ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരം അനുഗ്രഹം തേടിയാണ് ഖരാട്ടിനെ ആദ്യമായി കണ്ടതെന്നും വിവാഹശേഷം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പരിഹാരം നിർദ്ദേശിക്കാമെന്ന വ്യാജേന വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് യുവതിയുടെ ആരോപണം. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചുവെന്നും പരാതിയിലുണ്ട്. നിലവിൽ 7 പീഡന കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ 2 കേസുകളിലും ഖരാട്ടിനെതിരെ ചെയ്തിട്ടുണ്ട്. ആഗ്രഹങ്ങൾ നടപ്പാകാൻ സഹായിക്കുന്ന പൂജാവസ്തുക്കളെന്ന പേരിൽ ചെറിയ കല്ലുകളും പുളിങ്കുരുവും മറ്റുമാണ് ഖരാട്ട് വിറ്റിരുന്നതെന്നും അതിനായി ലക്ഷങ്ങളാണ് വാങ്ങിയിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മുംബൈ, കൊങ്കൺ, പൂനെ, നാസിക്, അഹല്യനഗർ എന്നീ മേഖലകളിൽ നിന്നാണ് കൂടുതൽ പേർ പരാതി അറിയിച്ചിട്ടുള്ളത്. ജ്യോതിഷ സംബന്ധമായ ഉപദേശം തേടുന്ന സ്ത്രീകളെ വശത്താക്കി പീഡിപ്പിക്കുകയായിരുന്നു രീതി. അത് രഹസ്യ ക്യാമറ വഴി പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. 100-ലേറെ പേരുടെ അശ്ലീല ദൃശ്യങ്ങളുള്ള പെൻഡ്രൈവ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന യുവതികൾ പല രീതിയിൽ അതിക്രമം നേരിടുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, ലൈംഗിക പീഡനം, അങ്ങനെ ജീവിക്കാനായി പല പ്രതിസന്ധികളെയും തരണം ചെയ്യണം. മുംബൈ നാസിക്കിലുള്ള IT കമ്പനിയിലെ വനിതാ ജീവനക്കാർ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചത് ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചെന്ന പരാതിയിൽ ടീം ലീഡർ ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി പീഡനം നടന്നിരുന്നതായി പോലീസ് പറയുന്നു. മഹാരാഷ്ട്ര നാസിക്കിലെ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് സംഭവം.
4 വർഷമായി ലൈംഗിക അതിക്രമം നേരിടുകയാണെന്നാണ് ജീവനക്കാരികളുടെ പരാതി. സംഭവത്തിൽ ടീം ലീഡർ ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക പീഡനം, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി 9 കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. പ്രതികളിൽ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി ഒരു വനിതാ ജീവനക്കാരിയെ പലതവണ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ഇക്കാര്യമറിഞ്ഞ മറ്റു പ്രതികൾ ജീവനക്കാരിയെ മോശമായ രീതിയിൽ സ്പർശിക്കുകയും അവരെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരി നൽകിയ വിവരങ്ങളനുസരിച്ച് സമാനമായ പീഡനം നേരിട്ട മറ്റു വനിതാ ജീവനക്കാരെ പോലീസ് കണ്ടെത്തി അവരോട് പരാതി നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ കമ്പനിയിൽ 300ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. സംഭവം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദമായും വളർന്നിട്ടുണ്ട്. കേസിലെ 5 പ്രതികളെ വെള്ളിയാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മറ്റൊരു പ്രതി റിമാൻഡിലാണ്. ന്യൂസ് 18 മുംബൈ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അല്പം വീറും വാശിയും കൂടി. വോട്ടെടുപ്പ് ദിനത്തിൽ പോലും നേതാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. കൊല്ലം പുനലൂരിൽ ബൂത്തിന് പുറത്ത് വോട്ട് പിടിക്കുന്നുവെന്നാരോപിച്ച് LDF UDF കൗൺസിലർമാർ തമ്മിൽ തല്ലി. പുനലൂർ മണ്ഡലത്തിലെ വിളക്കുവെട്ടം LP സ്കൂൾ ബൂത്തിന് മുന്നിലാണ് സംഘർഷമുണ്ടായത്. മർദ്ദനമേറ്റുവെന്നാരോപിച്ച് വനിതാ കൗൺസിലർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോളിംഗ് കേന്ദ്രത്തിന് 100 മീറ്റർ ദൂരെ മാത്രമേ പാർട്ടി പ്രവർത്തകർ നിൽക്കാൻ പാടുള്ളൂ എന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് പുനലൂർ നഗരസഭയിലെ വിളക്കുവട്ടം LP സ്കൂളിന് മുൻപിൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. തമ്മിൽ തല്ലിയ 2 പേരും പുനലൂർ നഗരസഭയിലെ കൗൺസിലർമാരാണ്. കല്ലാർ വാർഡ് കൗൺസിലർ ഷെമി അസീസ് മർദ്ദനമേറ്റെന്നാരോപിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിളക്കുവട്ടം വാർഡ് കൗൺസിലർ സുഭാഷ് ജി നാഥാണ് മർദ്ദിച്ചത് എന്നാണ് ആരോപണം. വാർഡ് കൗൺസിലർ സുഭാഷ് ജി നാഥ് വീണ്ടും വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മുടെ വിളക്കോട്ടം ബൂത്തിലേക്ക് കയറിയിട്ട് ചാടി ഇറങ്ങി നിന്ന് എന്റെ അടുത്ത് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരെല്ലാം എന്താ നിൽക്കുകയാണ്, പിന്നെ എനിക്ക് എന്താ നിന്നാണ്. അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു, എടി നീ ഒരു കൗൺസിലറാണ്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് അതേ രീതിയിൽ മറുപടി പറഞ്ഞു, ഇയാളും ഒരു കൗൺസിലറാണ്, പിന്നെ ഇയാൾക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ. ഒട്ടനെ ഇയാള് എന്നെ കയറി അടിക്കുകയാണ് ചെയ്തത്. ഒരു വഴി കൊണ്ട് എന്നെ ബൈക്ക് പിടിച്ച് വലിച്ചിട്ട് മറ്റു കൈവച്ച് എന്റെ ചെല്ലക്ക് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. അതിന്റെ പാടുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകർ ചട്ടം ലംഘിച്ച് ബൂത്തിന് സമീപം വോട്ട് പിടിച്ചു എന്ന ആരോപണമാണ് ഷെമി അസീസ് ഉന്നയിക്കുന്നത്. എന്നാൽ ഷെമി അസീസിന്റെ നേതൃത്വത്തിൽ ബൂത്തിന് പുറത്തു നിന്ന പ്രവർത്തകർ താൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് സുഭാഷ് ജി നാഥ് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളാണോ, ഇയാളാണോ, ഇയാൾക്ക് ഇവിടെ നിൽക്കാവോന്ന് ചോദിച്ച് പെട്ടെന്ന് പ്രകോപിതയായിട്ട് എന്നെ പിടിച്ചുവിടുവായിരുന്നു. പിടിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തകർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നും തള്ളും ഉണ്ടായി. അല്ലാതുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് അവര് കേസും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സംഭവത്തിൽ ഷെമി അസീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിഷയത്തിൽ പുനലൂർ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടത്തും ഒറ്റപ്പെട്ട സംഘർഷമുണ്ടായി. കണ്ണൂരിലും കാസർഗോഡും വനിതാ ബൂത്ത് ഏജന്റുമാർക്ക് നേരെ നായ്ക്കിരണപ്പൊടി പ്രയോഗിച്ചു. തിരുവനന്തപുരം പെരുമാതുറയിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. പൂഞ്ഞാർ മണ്ഡലത്തിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് BJPക്ക് ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നാണ് MLAയുടെ ആരോപണം. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉദിനൂരിലാണ് ബൂത്തിനകത്ത് UDF വനിതാ ഏജന്റിന് നേരെ നായ്ക്കുർണപ്പൊടി ഉപയോഗിച്ചത്. ബൂത്തിന് പുറത്തുനിന്ന UDF പ്രവർത്തകന് നേരെയും ആക്രമണമുണ്ടായി.
ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 154 നമ്പർ ബൂത്തിലെ UDF ഏജന്റ് ടി റദില, പ്രവർത്തകൻ ഉദിനൂർ സെൻട്രലിലെ രോഹിത് രമേശ് എന്നിവരെ പരിക്കുകളോടെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജ വോട്ടുകൾ ചെയ്യാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്ന് രദില ആരോപിച്ചു. ബൂത്തിന് പിന്നിലെ ജനലിലൂടെ രദിലയുടെ ദേഹത്തേക്ക് നായ്ക്കൊർണപ്പൊടി എറിയുകയായിരുന്നു. ബൂത്തിൽ അക്രമം നടന്നതറിഞ്ഞ് സ്കൂളിനടുത്തെത്തിയപ്പോഴാണ് രോഹിത് രമേശിനെ 30ഓളം വരുന്ന സംഘം ആക്രമിച്ചത്. ഇയാളുടെ ചെവിക്കും കഴുത്തിനും പരിക്കേറ്റു. കണ്ണൂർ പേരാവൂരിലും UDF വനിതാ ബൂത്ത് ഏജന്റിന് നേരെ നായ്ക്കൊർണപ്പൊടി ഉപയോഗിച്ചതായി പരാതിയുണ്ട്. 85 നമ്പർ ബൂത്തായ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ ഏജന്റ് സജിത മോഹന്റെ ദേഹത്താണ് നായ്ക്കൊർണപ്പൊടി വിതറിയത്. കണ്ണൂരിൽ പലയിടത്തും വിവിധ പാർട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായി. കാസർഗോഡ് ഉദുമയിൽ ഒളിക്യാമറയുള്ള കണ്ണട ധരിച്ച് പോളിംഗ് ബൂത്തിലെത്തിയ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് പിടിയിലായി. UDF സ്ഥാനാർത്ഥി K നീലകണ്ഠന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റും അഭിഭാഷകനുമായ BM ജമാലിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം കാഴ്ചാ പ്രശ്നമുള്ളതിനാൽ താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ണട ആണിതെന്ന് ജമാൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് ബൂത്തിൽ നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായി. കോഴിക്കോട് കുറ്റിയാടിയിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച UDF ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. കുറ്റിയാടി നടുപ്പൊയിൽ UP സ്കൂളിലെ ഏജന്റ് രാഹുൽ ചാലിലിനെ CPM DYFI പ്രവർത്തകർ മർദ്ദിച്ചതായാണ് പരാതി. കോഴിക്കോട് ഫറോക്ക് ചന്തയിലെ സ്കൂളിൽ പോളിംഗ് സ്റ്റേഷനിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ഇവിടെ വോട്ടില്ലാത്ത LDF പ്രവർത്തകൻ ബൂത്തിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നായിരുന്നു UDF ആരോപണം. എന്നാൽ വോട്ടില്ലാത്ത നിരവധി UDF പ്രവർത്തകർ സ്ഥലത്തുണ്ടെന്ന് LDFും ആരോപിച്ചതോടെയാണ് നേരിയ കയ്യാങ്കളി ഉണ്ടായത്. പോളിംഗ് ദിനത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ പൂഞ്ഞാർ മണ്ഡലത്തിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മണ്ഡലത്തിലെ കൂവപ്പള്ളി LP സ്കൂളിലെ ബൂത്തിനടുത്തായിരുന്നു സംഭവം. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി MLA രംഗത്തെത്തി. ഇടതു പ്രവർത്തകരെ ടൗണിൽ നിന്നും വിരട്ടിയോടിക്കാൻ ശ്രമിച്ച പോലീസ് BJP പ്രവർത്തകരെ നീക്കം ചെയ്യാൻ തയ്യാറായില്ല. BJP പ്രവർത്തകർക്ക് പോലീസ് ഒത്താശ ചെയ്തു എന്നതിന്റെ തെളിവാണ് പോലീസ് ചിത്രീകരിച്ച വീഡിയോ PC ജോർജിന്റെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നും MLA ആരോപിച്ചു. ഈ വീഡിയോ PC ജോർജിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നുവെങ്കിൽ അതിനകത്തെ ഗൂഢാലോചനയും അവിശുദ്ധ ബന്ധവും ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പോലീസ് എടുത്ത വീഡിയോ ആണ്. പോലീസ് വീഡിയോ എടുക്കട്ടെ എന്ന് ഞാനും വെച്ചു. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ആ എടുത്ത വീഡിയോ സ്വാഭാവികമായും പോലീസിൻ്റെ കയ്യിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയെങ്കിൽ അതിപ്പോൾ UDF സ്ഥാനാർത്ഥിയും ഷെയർ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ പോയെങ്കിൽ പോലീസിൽ ചില ആളുകൾ BJPക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ആ തെളിവാണല്ലോ ആ വീഡിയോയുടെ രൂപത്തിൽ പുറത്തു വന്നത്. ഞാൻ ചോദ്യം ചെയ്തു ആ വിശുദ്ധ കൂട്ടുകെട്ടിനെ തന്നെയാണ്. തിരുവനന്തപുരം പെരുമാതുറയിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. ഭീമാപ്പള്ളിയിൽ തിരിച്ചറിയൽ കാർഡില്ലാതെ വന്നയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതിനെ ചൊല്ലിയും സംഘർഷാവസ്ഥ ഉണ്ടായി. വിവിധ ജില്ലകളിലെ ബൂത്തുകളിൽ നിന്ന് കള്ളവോട്ട് പരാതിയും ഉയർന്നു. പ്രശ്നസാധ്യത ബൂത്തുകളിലെല്ലാം പോലീസ് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും നടക്കുന്നവരുണ്ട്. പോലീസിനെയും പട്ടാളത്തെയും പോലും അവർക്ക് പേടിയില്ല. ആലപ്പുഴ മുഹമ്മയിലെ പ്രശ്നബാധിത ബൂത്തിൽ CRPF ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് പിടിക്കുകയും ചെയ്ത ഒരു CPI പ്രാദേശിക നേതാവിൻ്റെ ഗുണ്ടായിസത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്.
കഞ്ഞിക്കുടിയിലെ പഞ്ചായത്ത് മെമ്പർ അശ്വിൻ ബൂത്തിൽ പലതവണ കയറിയിറങ്ങിയപ്പോൾ CRPF ഉദ്യോഗസ്ഥൻ ഇത് ചോദ്യം ചെയ്തു. ഇതോടെ പ്രകോപിതനായ അശ്വിൻ CRPF ജവാന്റെ കഴുത്തിന് പിടിച്ച് വീട്ടിൽ പോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ LDF സ്ഥാനാർത്ഥി മന്ത്രി P. പ്രസാദ് പോലീസുകാരെയും പട്ടാളത്തെയും ഭീഷണിപ്പെടുത്തി. സഖാക്കളുടെ നെഞ്ചത്ത് പിടിച്ചാൽ ഞങ്ങളും നെഞ്ചത്ത് പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു മന്ത്രിയുടെ ആക്രോശം. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് പ്രാദേശിക നേതാവ് അശ്വിനെതിരെ കേസെടുത്തതോടെ അയാൾ ഇപ്പോൾ ഒളിവിലാണ്. അതിർത്തിയിൽ ഭീകരവാദികളെ പോലും കൈകാര്യം ചെയ്തിട്ടുള്ള പട്ടാളക്കാരെയാണ് വീട്ടിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സഖാക്കൾ വെല്ലുവിളിച്ചത്. ഇതിൻ്റെ നിയമ നടപടി എന്താണെന്ന് പഞ്ചായത്ത് മെമ്പർക്ക് പതിയെ മനസ്സിലായിക്കോളും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.